നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. അപ്പോൾ ഇവിടെ ശത്രുക്കളെല്ലാം ജോയിന്റ് ആയിട്ടുണ്ട്. ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കുറ്റക്കാർ മൊത്തം യൂട്യൂബേഴ്സും അല്ലെങ്കിൽ മറ്റുള്ള പ്രേക്ഷകരുമാകുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ്. അപ്പൊ ശത്രുക്കൾ മിത്രങ്ങളായിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ സായിയുടെ പിന്നീട് പോസ്റ്റ് നമ്മൾ കണ്ടത് മറ്റൊന്നുമല്ല, ശത്രുക്കളൊന്നും ആയിരുന്നില്ല, എങ്കിലും പറയാനുള്ളതൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അവരുടെ കാര്യസാധ്യതയ്ക്ക് വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ പിന്നീട് ഒന്നിച്ചിട്ടുണ്ടാവാം എന്നുള്ളതാണ്. അപ്പൊ ഇന്നലെ പിന്നീട് നമ്മുടെ സീക്രട്ട് ഏജന്റിന്റെ നമ്മുടെ സ്റ്റോറിയിൽ അല്ലെങ്കിൽ നന്ദനയുടെയൊക്കെ സ്റ്റോറിയിൽ നമ്മൾ കണ്ടായിരുന്നു, ഗബ്രിയുടെ അടുത്ത്, ഞാൻ സൈഡിൽ കൊടുക്കുക ആ സാധനം, ഗബ്രിയുടെ അടുത്ത് എന്താണ് ഈ പറയുന്ന ആരിയ്ക്കുന്നു, നമ്മുടെ നമ്മുടെ മുല്ലയുടെ വാപ്പ ഇരിക്കുന്നുണ്ട്, ജാഫർ ഖാൻ ഇരിക്കുന്നുണ്ട്. അപ്പൊ അവരിതെല്ലാം കൂടി ഒരു രമ്യതയിലായി. അപ്പോ ഈ പറയുന്ന നിങ്ങളൊക്കെ രമ്യതയിലായ സ്ഥിതിക്ക് ജോയിന്റ് ഫോട്ടോ ഒക്കെ വെച്ചിട്ട് എടുത്തിട്ട് ഗ്രൂപ്പ് ഫോട്ടോ. അപ്പോ എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഈ പറയുന്ന ജാഫർ ഖാൻ ഈ പറയുന്ന ഗബ്രിയെ വിളിച്ച തെറിയൊക്കെ നമ്മൾ കേട്ടതാണ്. ഇപ്പൊ അവരൊക്കെ എന്താണ് പറയാ, എന്തായാലും അവസാന നിമിഷമല്ലേ, എന്താണ് ഒന്നിച്ചു, എന്തായാലും മരുമകനായിട്ട് കണ്ടുവന്നിട്ട് മരുമകനായിട്ട് കണ്ടു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് ഞാൻ പറയും. അവൻ സമ്മതിച്ചു കഴിഞ്ഞാൽ ഗബ്രി, കാരണം ഗബ്രി അവിടെ വന്നതിന് ശേഷം കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകൾ വീണ്ടും വീണ്ടും ഈ പറയുന്ന മുല്ലയ്ക്ക് നെഗറ്റീവ് ആയിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോ ഇവിടെ വന്നിട്ട് ഇനി ഈ പറയുന്ന നമ്മുടെ ജാഫർ ഖാൻ ഇനി പറഞ്ഞു വിട്ടതാണോ, ഇങ്ങനെയൊക്കെ ചെയ്തോ കുഴപ്പമില്ല നീ കെട്ടിക്കോ എന്ന് പറഞ്ഞു വിട്ടതിന് ശേഷമാണോ അവൻ അങ്ങനെയൊക്കെ ചെയ്ത് കാണിക്കുന്നതെന്ന് അറിയത്തില്ല. ഇപ്പൊ നിങ്ങൾ ഇന്നലെ പറയുന്നുണ്ട് ഇതൊക്കെ ഒന്ന് കഴിഞ്ഞോട്ട് എല്ലാം കാണിച്ചു തരാം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നീട് ഏറ്റവും കൂടുതൽ അവിടെ നെഗറ്റീവ് ആയത് എന്തുകൊണ്ടാണ്, ഗബ്രിയുമായിട്ടുള്ള കോംബോയാണ്. അപ്പൊ അവനെയാണ് നിങ്ങൾ കൂട്ടുപിടിച്ചുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് ഈ വെല്ലുവിളിയൊക്കെ നടത്തുന്നത്. നമ്മളല്ല അതൊന്നും ചെയ്തത്. അതിലെ ഏറ്റവും കൂടുതൽ പങ്ക് ആർക്കെന്ന് ചോദിച്ചാൽ താങ്കളുടെ മകൾക്ക് തന്നെയാണ്, പറയുന്ന പിന്നീട് മുല്ലയ്ക്ക് തന്നെയാണ് ഏറ്റവും വലിയൊരു പങ്കെന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. കാരണം ഈ ഒരു റിലേഷനിലേക്ക് പോകാനും പുറത്തൊരു റിലേഷൻ മറച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വലിയൊരു തെറ്റ് ചെയ്യാനൊക്കെ കാരണം ഒക്കെ പിന്നെ മുല്ല തന്നെയാണ്. അപ്പോ ഇവിടെ ഈ പറയുന്ന ജാഫർ ഖാൻ ഈ പറയുന്ന ഗബ്രിയുമായിട്ടുള്ള ഒത്തിരുന്ന് കാപ്പ് കുടിക്കുന്നു, ചായ കുടിക്കുന്നു, എന്തൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കുന്നു. അതിനുശേഷം ഈ പറയുന്ന ആരാണ് നമ്മുടെ ഗബ്രി അവിടെ ചെന്നിട്ട് വീണ്ടും പഴയതുപോലെ ഒക്കെ കാണിക്കുന്നു. അപ്പൊ താങ്കളുടെ അറിവോട് കൂടിയാണോ, താങ്കൾ സമ്മതം മൂടിയിട്ടാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം അങ്ങനെയാണല്ലോ നമുക്ക് വിചാരിക്കാൻ വേണ്ടിയിട്ട്. കാരണം പോകുന്നതിന് മുമ്പ് താങ്കളുമായിട്ട് അവിടെ നിന്ന് പറഞ്ഞ അച്ഛനും അമ്മയും പറഞ്ഞത് മാത്രം നീ കേട്ടാൽ മതി, ആര് കൂടെ ഇല്ലെങ്കിലും ഞാൻ എൻ്റെ കൂടെ ഉണ്ടാവും എന്നൊക്കെ നമ്മുടെ ഗബ്രി പറയുന്നുണ്ട്. പിന്നെ പഴയ ലെവലിൽ തന്നെ അവിടെ തോളി കിടക്കുകയും കെട്ടിപ്പിടിക്കുകയും പാട്ട് ഒക്കെ പാടി ഈ പറയുന്ന പ്രേമഗാനങ്ങളൊക്കെ പാടി അവളെ കൂട്ടക്കൂടുന്നുണ്ട്. അവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന റസ്മിൻ ഞാൻ ഒരുപാട് കുറ്റം കാര്യങ്ങളെ പറഞ്ഞു. ഈ ഒരു കാര്യത്തിൽ റസ്മിന്റെ കൂടെ നിൽക്കാനാണ് എനിക്ക് ആഗ്രഹം. കാരണം അവസാന ഘട്ടത്തിലെങ്കിലും നിനക്കൊരു സംയമനം പാലിക്കാമായിരുന്നു. അതല്ല ഇപ്പൊ ജാഫർ ഖാൻ നിങ്ങളുടെ ബന്ധം അക്സെപ്റ്റ് ചെയ്തു എന്ന് കരുതിക്കുക, നല്ലതായിരിക്കും. ചെയ്താൽ കൂടി അവിടെ വന്ന് അങ്ങനെ ഒരു തെണ്ടിത്തരം കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം അതിനുശേഷം ഈ പറയുന്ന ജാസ്മിന്റെ ഗ്രാഫ് ഒരുപാട് ഇടിഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് അവരുടെ പോസിറ്റീവിലേക്ക് കയറി വന്ന സമയമായിരുന്നു. ഒരുപാട് പേര് പിന്നെ അതൊക്കെ മറന്നുകൊണ്ട് വോട്ട് ചെയ്യുന്ന സമയമായിരുന്നു. അവസാനം ഫിനാലേക്ക് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് വന്ന് വീണ്ടും ഈ വൃത്തികേടുകൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ വീണ്ടും പഴയവരെന്ത് ചെയ്യും, ആ ഒരു ഹെയ്റ്റ് കൂടുകയും വോട്ടിന്റെ എണ്ണം കുറയുകയും ചെയ്യും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്താണ് അർജുന് വോട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു. ശരി, ഓക്കെ. പിന്നെ നമ്മുടെ സായി പറഞ്ഞ മറ്റൊരു കേസ്, അടുപ്പിൽ ഊതുന്നതിന്റെ ആസനത്ത് ഊതരുത് എന്ന് പറയുന്ന കേസ്. അത് സായി പറയുമ്പോൾ കുറച്ച് ഓപ്പണായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം സായി ഒരു റിയാക്ഷൻ വീഡിയോ ഇടുന്ന ഒരാളാണ്. ഒരിക്കലും അങ്ങനെ പറയാനുള്ള പറയേണ്ടതില്ല. കാരണം സായി ഇത് തന്നെയാണ് ചെയ്യുന്നത്, നമ്മളെ പോലെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ പിന്നെ എന്റെ കേസ്, മറ്റുള്ളവരുടെ കേസ് എനിക്ക് എന്റെ കേസ് അവിടെ നടന്നിട്ടുള്ളതല്ലാതെ മറ്റൊരു കേസും ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു ഉത്തമ ബോധ്യം അല്ലെങ്കിൽ ഉത്തമ ഉറപ്പ് എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ആരെ പേടിക്കില്ല. നിയമപരമായിട്ട് പോകണമെങ്കിൽ അത് നിയമപരമായിട്ട് തന്നെ നേരിടും. നിയമത്തെ എന്ത് ചെയ്ത് അംഗീകരിച്ചുകൊണ്ട് പിന്നെ നമ്മൾ അത് അങ്ങനെ തന്നെ നേരിടും. മനസ്സിലായോ? എനിക്ക് പറയാനുള്ളത്, അവിടെ ഇരുന്ന് വെല്ലുവിളിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. എന്തോന്നും കുടുംബത്തിൽ ജാഫർ ഖാൻ പറയുന്നുണ്ട്, പിന്നെ നിങ്ങളുടെ കുടുംബം നേരെയാണെങ്കിൽ മാത്രം വിമർശിച്ചാൽ മതി എന്നുള്ള ഒരു ഇത് പറയുന്നുണ്ട്. ഈ ഒരു കേസിൽ എനിക്ക് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ഉറപ്പ് തന്ന സ്ഥിതിക്ക് എന്റെ കുടുംബത്തിൽ ഇങ്ങനെയൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് വിമർശിക്കാം എന്നാണ് പുള്ളി പറഞ്ഞത്. എന്റെ കുടുംബത്തിൽ അങ്ങനെ ആളുള്ള ആരുമില്ല, എന്റെ കുടുംബത്തിന്റെ പരിസരത്തും ഇങ്ങനെ ആളുള്ള ആരുമില്ല. ഇതുപോലെ ഷോയിൽ പോയി ഇത്രയും വലിയൊരു കള്ളം പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ പിന്നെ ജീവിതത്തിൽ അങ്ങനെ നടന്നിട്ടുള്ള ഒരുപാട് ഉണ്ടാവും. പക്ഷെ ഇവിടെ ഒരു ഡിഫറൻറ്റ് എന്ന് പറയുന്നത് ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. ഇതെല്ലാം ലൈവിൽ വന്ന് ഇങ്ങനെയുള്ള അപരാധം കാണിക്കുമ്പോൾ മറ്റുള്ളതും പറയുന്നുണ്ട്. ഇപ്പൊ മറ്റുള്ള ഒരാളെ ഇപ്പം ഭർത്താവുള്ള ഒരു പെൺകുട്ടി മറ്റൊരാളുമായിട്ട് അവിഹിതം നടത്തുകയും പോവുകയൊക്കെ ചെയ്തെന്ന് അവിടെയുള്ള ആൾക്കാരെല്ലാം മൊത്തം എന്ത് ഇവൾ മറ്റവളാണ് മറിച്ചവളാണെന്നൊക്കെ പറയും. അത് നമ്മൾ അറിയുന്നില്ല എന്നുള്ളത്. ഇവിടെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയുമ്പോൾ എല്ലാ ജനങ്ങളും കാണുന്നുണ്ട്. അപ്പൊ എല്ലാവരും നമ്മൾ വിമർശിക്കുന്നതും എല്ലാവരും കാണേണ്ടതായിട്ട് വരും. എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. നിങ്ങളൊക്കെ വെല്ലൊക്കെ വിളിച്ചല്ലോ, ഈ പറഞ്ഞ എന്താണ് വരട്ടെ,
ഞാൻ പോയിട്ട് വരട്ടെ കാണിച്ചു തരും. ഇതിന്റെ കൂടെ കാണിച്ചു തരുമ്പോൾ നമ്മൾ ഷഫീന ബീബി എന്ന് പറഞ്ഞ ഒരു ഒരു യൂട്യൂബർ ഉണ്ട്. നിങ്ങൾക്ക് നല്ലതായിട്ട് ഈ പറയുന്ന മുല്ലയ്ക്കും മുല്ലയുടെ വാപ്പയ്ക്കും സായിക്കൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന, മുല്ലയെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ പേരുണ്ടല്ലോ, മുല്ലയ്ക്ക് വേണ്ടിയിട്ട് ഘോര പ്രസംഗിക്കുന്ന കുറെ ആക്ടിവിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരടുത്ത് പറയാനുള്ളത്, ചെയ്യുമ്പോൾ ആ വെല്ലുവിളിയും കൂടി ഒന്ന് സ്വീകരിക്കണം. അവരെ മാത്രം നിങ്ങൾ മൈൻഡേ ചെയ്യുന്നത്. ഇത്രയ്ക്ക് പച്ചയ്ക്ക് വന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു യൂട്യൂബിനകത്ത് ഇത്രയും പച്ചയ്ക്ക് വന്ന കാര്യങ്ങൾ, മുല്ലയ്ക്കെതിരായിട്ട് കാര്യം പറയുന്നത് എനിക്ക് തോന്നുന്നു ഷഫീന ബീബിയാണെന്ന്. അവരെ കുറിച്ച് കമാന്നൊരു അക്ഷരം ഈ പറയുന്ന ആരും മിണ്ടുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല. പേടിച്ച് തൂറിയിട്ടാണ് അതൊക്കെ മുള്ളും. മനസ്സിലായോ? അതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഷബീന ബീബിയെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒന്ന് പറഞ്ഞാൽ 4 എണ്ണം അവിടെ നിന്ന് കിട്ടുമെന്ന്. അപ്പൊ അതിനെക്കുറിച്ച് ഒരു കമാന്നൊരു അക്ഷരം ഇട്ടിട്ട് നമ്മളെപ്പോലുള്ള ചില യൂട്യൂബുകൾ നമ്മളൊരു മാന്യതയുണ്ട് പറയുന്നതിന്, അതിനപ്പുറം കടക്കില്ല എന്ന് നിങ്ങൾ അല്ലെങ്കിൽ ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് നമ്മുടെ മെക്കെട്ട് കയറുന്നതെന്നും നമുക്ക് കൃത്യമായിട്ട് അറിയാം. നിങ്ങളുടെ വിചാരം നമ്മൾ ഇതിങ്ങനെയൊക്കെ കേസ് കൊടുത്ത് നമ്മൾ പറയാതിരിക്കും, കുറച്ച് ഡിഗ്രേഡ് കുറയും, അപ്പൊ കുറച്ച് വോട്ട് കയറും എന്നുള്ളത്. പക്ഷെ നമ്മുടെ ജോലി അതായിപ്പോയി. മുല്ല ഫാൻസ്, എന്റെ ജോലി അതായിപ്പോയി. ഇതെന്താണ് അവർ കാണിക്കുന്ന വൃത്തികേടുകൾ എടുത്ത് കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അതിപ്പോൾ ജിൻഡോയിലായിക്കോട്ടെ, ആരുടെ ആയാലും, ഈ പറയുന്ന അർജുന വാഴയെന്ന് വിളിച്ചവരാണ്. ജിൻഡോ പറഞ്ഞ കള്ളത്തരങ്ങളെല്ലാം ഞാൻ കാട്ടിയവനാണ്. അതുപോലെ തന്നെ എവിടെ കാണിച്ച തെണ്ടിത്തരങ്ങളിൽ ഒരു കാര്യം ഇത് തന്നെയായിരുന്നു. അപ്പൊ അത് ഞാൻ ചൂണ്ടിക്കാണിച്ചു, വൃത്തിയില്ലായ്മ ചൂണ്ടിക്കാണിച്ചു, അഹങ്കാരം, ഒരാളുടെ സംസാരിക്കുന്ന രീതി, ഇതൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ആണല്ലോ. അപ്പം അത് നമ്മൾ കാണിക്കുക തന്നെ ചെയ്യും. അപ്പോൾ വീണ്ടും എനിക്ക് പറയാനുള്ളത്, അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അങ്ങനെ വെല്ലുവിളിക്കുമ്പോൾ ആദ്യം ഷഫീന ബീവിക്ക് ഒരു മറുപടി കൊടുക്കുക. അതിനുള്ള ചങ്കൂട്ടം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ശരി, ഓക്കെ എന്നുള്ളതാണ്. അതിനുള്ള ചങ്കൂട്ടം നിങ്ങൾക്ക് ആർക്കും ഉണ്ടെന്ന് തോന്നില്ല. കാരണം അത് ജീന് വേറെയാണ്. മനസ്സിലായോ? അതിൻ്റെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നിങ്ങൾക്ക് പിന്നെ മറുപടി ഇല്ലാതായി പോകും. കാരണം അതൊരു പെണ്ണും കൂടിയാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ പറയുന്ന ദിയാസനയൊക്കെ ഒരുപാട് പറയുന്നു. ദിയാസനയ്ക്ക് എന്തുകൊണ്ടാ ഈ പറയുന്ന പിന്നീട് ഷഫീന ബീവിക്കെതിരായിട്ട് പറയത്തില്ല? അത് പറഞ്ഞത് ശരിയാവത്തില്ല. അങ്ങനെ അവർ അവോയ്ഡ് ചെയ്ത് വിടേണ്. പറഞ്ഞു കഴിഞ്ഞാൽ വിവരം അറിയും എന്നുള്ള തരത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മൾ മാന്യമായിട്ടിരുന്ന് വിമർശിക്കുന്നവരെ വെക്കിട്ട് കയറാൻ അറിയാം. ഈ പറഞ്ഞ കേസ് കൊടുത്തതൊന്നും ഇവരെ പേരൊന്നും കാണില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. മനസ്സിലായോ? അല്ലാതെ നമുക്കറിയില്ല, നമ്മൾ പറയുന്നതിനൊരു പരിധിയുണ്ട്. ആ പരിധിക്ക് അപ്പുറം പറയാത്തവരെ തലേക്ക് കയറും. അല്ലാതെ ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എണ്ണം തിരിച്ചു പറയുന്നവരുണ്ടെങ്കിൽ അവിടെ എങ്ങും കാണില്ല. പിന്നെ തലയിൽ മുണ്ട് വിട്ടുകൊണ്ട് ഓടും. അപ്പൊ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എന്തായാലും ഗബ്രി ഈ പറയുന്ന എന്താണ് നമ്മുടെ അമ്മാവൻ ഗബ്രിയെ വിളിച്ച് അടുത്തിട്ട് ചായയും പലഹാരമൊക്കെ വാങ്ങിച്ചു കൊടുത്തെങ്കിലും ഗബ്രി അവിടെ ചെന്ന് കാണിക്കുന്ന തണ്ടിത്തനങ്ങൾ, അവിടെ ചെന്ന് കാണിക്കുന്ന വൃത്തികേടുകൾ, മുമ്പ് കാണിച്ച ചേഷ്ടകൾ, ഇതെല്ലാം വീണ്ടും ഈ പറയുന്ന ജാസ്മിന് നെഗറ്റീവായിട്ടാണ് വന്നു തുടങ്ങിയത്. അത് വോട്ടിങ്ങിൽ നല്ല രീതിയിൽ പ്രതിധ്വനിക്കുന്നുണ്ട്. 2ാം സ്ഥാനത്തേക്ക് നിൽക്കുന്ന മുന്ന ഇപ്പൊ 3ാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. പറയാൻ പറ്റത്തില്ല, ഇനി അങ്ങോട്ട് 2ാം സ്ഥാനത്തേക്ക് വരുമായിരിക്കാം. എന്തായാലും ലാലേട്ടന്റെ ഇടതോ വലതോ കൈകളിൽ പിടിച്ചു നിൽക്കാൻ ഒരു ചാൻസ് ഉണ്ടായിരുന്നു. അത് ഈ പറയുന്ന ഗബ്രി ആയിട്ട് തുലയ്ക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. ഗബ്രി ആയിട്ട് തന്നെയാണ് തുലയ്ക്കുന്നത്. ഇത് പക്ഷേ ഇപ്പോൾ വോട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗബ്രിയുടെ കൈയിരിപ്പ് കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അല്ലോ, ഗബ്രിയുടെ കൈയിരിപ്പ്, അല്ലെങ്കിൽ ജാഫർ ഖാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും എനിക്കൊന്നേ പറയുന്നത്, ഇത്രയും വൃത്തികേടുള്ള കാര്യങ്ങളെല്ലാം ആ കൊച്ചിനെ അടുത്ത് ചെയ്യുന്നുണ്ട്. വീണ്ടും അറിഞ്ഞു വെച്ചുകൊണ്ട് വീണ്ടും ചെയ്യുന്നത്, നീ അവളെ കെട്ടണം. കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരും പറയില്ല. പക്ഷെ അതല്ല, ഇത് നീ മുതലാക്കുകയാണെങ്കിൽ, അവസരം മുതലാക്കുകയാണെങ്കിൽ, അമ്മയാണ് ഗബ്രി നീ കാണിക്കുന്നത് പരമ ചട്ടത്തരം എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? നമുക്ക് വീണ്ടും കാണാം. ശരി.